സ്വർഗം സമാധാനത്തിന്റെ ഭവനമാണ്, പരിശുദ്ധിയുടെ രാജ്യം. ദൈവഹിതം മാത്രമാണ് അവിടെ നിയമം. എന്നാൽ ഒരിക്കൽ ആ സ്വർഗത്തിൽ പോലും ഒരു കലാപം ഉയർന്നു. വാളുകൾ കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടായിരുന്നു. ആ കലാപത്തിന്റെ പിന്നിൽ നിന്ന 3 ശക്തികളെ കുറിച്ച് പുരാതന ആത്മീയ പാരമ്പര്യങ്ങൾ പരാമർശിക്കുന്നു. ലൂസിഫർ, വെളിച്ചത്തിൽ നിന്ന് ഇരുളിലേക്ക് നടന്ന ലൂസിഫർ. അവന്റെ പേര് തന്നെ പ്രകാശം വഹിക്കുന്നവൻ എന്ന് അർത്ഥം നൽകുന്നുണ്ട്. സൗന്ദര്യം, മഹത്വം, ജ്ഞാനം എല്ലാം അവന് ലഭിച്ചിരുന്നു. പക്ഷേ ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ വളർന്നു: ഞാൻ എന്തുകൊണ്ട് ദൈവത്തിന് കീഴിൽ നിൽക്കണം? ആ ചിന്ത പതിയെ അഹങ്കാരമായി, അഹങ്കാരം കലാപമായി, കലാപം വീഴ്ചയായി. സ്വന്തം മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ സ്വർഗം അവന് നഷ്ടമായി. ആ ദിവസത്തിന് ശേഷം ലൂസിഫർ സാത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ബിയൽസെബൂൽ, അധികാരത്തിന്റെ മായാജാലം. പുരാതന പാരമ്പര്യങ്ങളിൽ ബെയൽസെബൂബ് ഒരു കാലത്ത് വലിയ ബഹുമാനമുള്ള ആത്മീയ ശക്തിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവൻ സ്വന്തം വഴി തിരഞ്ഞെടുക്കുകയല്ല, മറ്റൊരാളുടെ കലാപത്തെ പിന്തുടർന്നു. അധികാരത്തിന്റെ ആകർഷണം അവനെ സത്യത്തിൽ നിന്ന് അകറ്റി. വീഴ്ചയ്ക്ക് ശേഷം അവൻ അശുദ്ധിയുടെയും ആത്മീയ നാശത്തിന്റെയും വ്യാജ മഹത്വത്തിന്റെയും പ്രതീകമായി മാറി. ബലിയാൽ, അസത്യത്തിന്റെ ശില്പി. വാളിനേക്കാൾ അപകടകരമായത് ഒരു കള്ളമാണ്. ബലിയാലിന്റെ ശക്തി അവന്റെ ബലത്തിലായിരുന്നില്ല, അവന്റെ വാക്കുകളിലായിരുന്നു. സത്യം പോലെ തോന്നുന്ന അസത്യങ്ങൾ മനോഹരമായി പൊതിഞ്ഞ വഞ്ചനകൾ, അതാണ് അവന്റെ ആയുധം. മനുഷ്യരെ പരസ്പരം സംശയിക്കാൻ പഠിപ്പിച്ചു, കലഹങ്ങൾ സൃഷ്ടിച്ചു, ഹൃദയങ്ങളിൽ വിദ്വേഷം വിതച്ചു. അവന്റെ ലക്ഷ്യം ശരീരം നശിപ്പിക്കലല്ല, ഹൃദയം ദൈവത്തിൽ നിന്ന് അകറ്റുകയായിരുന്നു. ഈ കഥകളുടെ ആത്മീയ സന്ദേശം, ഈ 3 കഥകളിലും ഒരേ പൊതു സത്യമുണ്ട്: ആരും ഒരു ദിവസം കൊണ്ട് വീഴുന്നതല്ല. വീഴ്ച ആദ്യം മനസ്സിൽ ആരംഭിക്കുന്നു. ഒരു ചെറിയ അഹങ്കാരം, ഒരു ചെറിയ സത്യം, ഒരു ചെറിയ അധികാരമോഹം, അവയാണ് പിന്നീട് ആത്മീയ തകർച്ചയുടെ വേരുകളാകുന്നത്. ഇന്നത്തെ മനുഷ്യനോട് ഈ കഥ പറയുന്നത് എന്താണ്? ലൂസിഫറിന്റെ അഹങ്കാരം ഇന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ബെയൽസെബൂബിന്റെ അധികാരമോഹം ഇന്നും സമൂഹത്തിൽ കാണാം. ബലിയാലിന്റെ അസത്യങ്ങൾ ഇന്നും മനുഷ്യബന്ധങ്ങളെ തകർക്കുന്നു. അതിനാൽ ഈ കഥകൾ അദൃശ്യ ലോകത്തെക്കുറിച്ച് മാത്രം പറയുന്നവയല്ല, നമ്മുടെ ഉള്ളിലെ പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇതിലെ ആത്മീയ ചിന്ത? സാത്താന്റെ ഏറ്റവും വലിയ ആയുധം ഭയമല്ല, വഞ്ചനയാണ്. അവൻ ആദ്യം സത്യത്തെ വളച്ചൊടിക്കും, പിന്നീട് അഹങ്കാരം വളർത്തും, അവസാനം ദൈവത്തിൽ നിന്ന് അകറ്റും. അതുകൊണ്ടാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തിയല്ല, വിനയമാണ്. ജ്ഞാനമല്ല, സത്യമാണ്. അധികാരമല്ല, ദൈവത്തോടുള്ള അനുസരണമാണ്. നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം: ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ 2 വഴികൾ തുറക്കപ്പെടുന്നു. ലൂസിഫറിന്റെ വഴി സ്വയം ഉയർത്തുന്ന വഴി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വഴി സ്വയം താഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴി. തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മുടെ കൈകളിലാണ്. കാരണം അഹങ്കാരം സ്വർഗത്തെ നഷ്ടപ്പെടുത്തും, വിനയം ദൈവസാന്നിധ്യത്തിലേക്ക് നയിക്കും.